ഒരാളെ സംബന്ധിച്ച് സംവിധായകയിലേക്ക് പോയിക്കുന്ന ആൾ ഒന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ആണ്, മറ്റൊന്ന് അരവിന്ദനാണ്. ഇങ്ങനെയുള്ളവരാണ് മലയാളത്തിൻ്റെ യശസ് വേദിയിലേക്ക് എത്തിച്ചത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇവരോടൊപ്പം നിൽക്കുന്ന, നമ്മൾ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന രണ്ട് നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഈ മമ്മൂട്ടി അരവിന്ദൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല, അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലാകട്ടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല, അരവിന്ദൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ? അതങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ അവർക്ക് പറ്റിയ റോൾ ഉണ്ടാവുന്നില്ല. അപ്പം ഈയിടെയായിട്ട് ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു നടനെക്കുറിച്ച്, പ്രത്യേകിച്ച് ഒരു മമ്മൂട്ടിയെക്കുറിച്ച് തൻ്റെ അഭിപ്രായം വളരെ വ്യത്യസ്തമായിട്ട് തുറന്ന് പറഞ്ഞു. ഇപ്പോഴല്ല, കുറച്ച് മുമ്പെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ്? അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയാണ്. ഇതേ അഭിപ്രായം IV ശശി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ IV ശശിയെ അങ്ങനെ പറഞ്ഞപ്പോൾ IV ശശിയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമവും നടന്നു. അപ്പോൾ രണ്ടും രണ്ട് തരത്തിലുള്ള സംവിധായകരാണ്. ഒന്ന് കലയും കച്ചവടവും ഇടകലർത്തി സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കുന്ന സംവിധായകനാണ് IV ശശി. ഇവിടെ കച്ചവടം എന്ന് പറയുക, കലയുണ്ട്, കച്ചവടം, ഈ സിനിമയ്ക്ക് കിട്ടാവുന്ന പേര്, പ്രശസ്തി,